ഹായ് ഡിയർ. എന്താ എപ്പോഴാ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റത്? എന്തു പറ്റി ഡിയർ? ഏ നീ നീ എന്നെ ചതിച്ചു. നിന്നെ ഞാൻ ഏയ്, മതി നിർത്ത്. ഞാനൊരു തെറ്റ് ചെയ്തു. ഏത് ഭാര്യയും ക്ഷമിക്കുന്ന തെറ്റാത്. നീ അത് ക്ഷമിച്ചേ പറ്റൂ. ഇല്ല, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. നിനക്കിനി ഒന്നേ ചെയ്യാൻ പറ്റൂ. എന്റെ പാദദാസിയായി എന്നെ ശുശ്രൂഷിച്ച് എന്റെ ഔദാര്യത്തിൽ ഒന്നിച്ച് ജീവിക്കാം. അതല്ലാതെ മറ്റൊരു മാർഗവും നിനക്കില്ല. അതല്ല ഉടക്കാനാണ് ഭാവമെങ്കിൽ അടുത്ത നടപടി ഇത്തിരി കടന്നതായി പോകും. വേണ്ട, എന്നെ ഒരു ക്രിമിനലാക്കി മാറ്റരുത്. ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഏയ്, വിടാൻ പാടില്ല. നോക്ക്, ഇക്കാര്യം മറ്റാരെങ്കിലും അറിഞ്ഞാ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. പിന്നെ നല്ല കുട്ടിയായിരുന്ന നിനക്ക് തന്നെ കൊടുക്കും. എത്രയും വേഗം കല്യാണം നടക്കും. നമ്മൾ ഹൈദരാബാദിലേക്ക് അടുത്ത ഫ്ലൈറ്റിൽ സ്ഥലം വിടുകയും ചെയ്യും. എന്തായാലും നമ്മൾ ഒന്നായി കഴിഞ്ഞു. ഇനി വഴക്കത്തിന് നീ മാത്രമല്ല, നിന്റെ എല്ലാ സ്വത്തുക്കളും എനിക്ക് സ്വന്തമായി കഴിഞ്ഞു. നിങ്ങളെ ചികിത്സിച്ച വൈദ്യരുടെ പേര് കിട്ടുണി എന്നായിരുന്നു. ആ, അത് തന്നെ. പാവമായിരുന്നു കേട്ടോ. സ്വർഗത്തിലോട്ട് ചികിത്സിക്കാൻ പോയിരിക്കുവാ. അവിടെ ദൈവം നമ്പുരാന് ചെറിയൊരു കുഴപ്പം. കിട്ടുണ്ണി വൈദ്യര് ചികിത്സിച്ചാ മാറും കേട്ടോ. എന്തിനാ അയാളെ കൊന്നത്? നീരേറ്റ് അനന്തനെയോ? ഹാ, അന്നെനിക്ക് വട്ടായിരുന്നല്ലോ. ഇപ്പം തല നേരെ ആയപ്പോഴാ പണ്ട് ചെയ്തതൊക്കെ വലിയ കുഴപ്പമായിരുന്നു എന്ന് ബോധ്യപ്പെട്ടത്. തൂക്കിക്കൊല്ലാൻ വിധിക്കാത്തത് എന്നാ കഷ്ടമാ. ഇതിങ്ങനെ ചോദ്യം ചെയ്തിട്ട് എന്താ സാറേ കാര്യം? ഇയാൾക്ക് മുഴുത്ത ചോദ്യം ചെയ്യേണ്ട ഡീറ്റെയിൽസ് റൈറ്റർക്ക് പറഞ്ഞു കൊടുക്ക്. ഇന്ന് തന്നെ ഫിലിപ്പോസിനെ കോടതിയിൽ ഹാജരാക്കി മാനസിക രോഗാശുപത്രിയിലേക്ക് അയക്കാനുള്ള കോർട്ട് ഓർഡർ സമ്പാദിക്കണം. ഈ അവസ്ഥയിൽ എന്തായാലും കോടതി ജയിലിലേക്ക് അയക്കാൻ സാധ്യതയില്ല. എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? കോടതിയിലേക്ക്. അവിടുന്ന് എങ്ങോട്ടാ? അതറിയത്തില്ല. കോടതി ഉത്തരവ് വരണം. കോടതിക്ക് നേരത്തെ തന്നെ ഉത്തരവിട്ട് വെച്ചാൽ എന്നാ കുഴപ്പമാ? ഒരു 100 ഉത്തരവ് നേരത്തെ അങ്ങോട്ട് അടുക്കി വെച്ചാ നമുക്ക് ആവശ്യമുള്ളത് ചെന്നങ്ങ് എടുത്താ പോരായോ? കുറെ ഉത്തരവിട്ട് വയ്ക്കാൻ ഇതെന്നാ കിളയ്ക്കുന്ന പോലത്തെ പണിയാന്നോ? എന്നെ ജഡ്ജിയാക്കാൻ പറ. 1000 ഉത്തരവ് മേശപ്പുറത്ത് അടുക്കി വെച്ചേമിച്ച് ഞാൻ ചെന്ന് സുഖമായി കിടന്നുറങ്ങും. അതിനെ ബുദ്ധി വേണം, ബുദ്ധി. ശരി, ഏതായാലും കോടതിയിലേക്ക് ചെല്ല്. ചിലപ്പോ അവിടെ മേശപ്പുറത്ത് ഉത്തരവ് കാണും. ഇഷ്ടമുള്ളത് എടുത്തേച്ചിങ്ങി പോര്. വരട്ടല്ലേ. കർത്താവ് ഈശോമിശിഹ ഇന്നലെ എന്നോട് പറഞ്ഞു, പുതിയ കുരിശൊന്ന് എനിക്ക് ഉണ്ടാക്കി തരാൻ. ഗാൽഗുൽത്താമലയിലേക്ക് എന്നെയും കൂടി കൂട്ടാമെന്ന്. ഞാൻ ഭാഗ്യം ചെയ്തവനല്ലയോ. നടക്ക് നടക്കണോ? മുഴുവൻ പറഞ്ഞു തീർന്നില്ല. വിട്ടേ. ഇത് നമ്മൾ പ്രതീക്ഷിച്ചല്ലേ അമ്മച്ചി? അപ്പച്ചന്റെ സമനില തെറ്റിയിരിക്കുവാന്ന് മറ്റാരെക്കാളും കൂടുതൽ നമുക്കറിയത്തില്ലേ? സെലീന അക്കാര്യം ഡോക്ടറെ കൊണ്ട് സർട്ടിഫൈ ചെയ്യിച്ച് അപ്പച്ചനെ ചികിത്സിക്കാൻ കോടതി ഉത്തരവ് സമ്പാദിച്ചു. അവിടെ ചെന്ന് അപ്പച്ചനെ നമുക്ക് കാണാം അമ്മച്ചി. അപ്പോ കോടതി അപ്പച്ചനെ വെറുതെ വിട്ടോടാ മോനെ? വൈദ്യരുടെ കൊലപാതക കേസിൽ വിധി വരാൻ ഇനിയും സമയമെടുക്കും അമ്മച്ചി. അതെന്നെ അങ്ങനെ? സമനില തെറ്റിയ സമയത്ത് ചെയ്തു പോയതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടില്ലായോ? അങ്ങനെ ബോധ്യപ്പെട്ട ശിക്ഷിക്കത്തില്ലെന്നാണല്ലോ സെലീന പറഞ്ഞത്. കൊലപാതകം ചെയ്തതിന്റെ വാദപ്രതിവാദങ്ങളിലേക്കൊന്നും എത്തിയില്ലല്ലോ അമ്മച്ചി. ഇപ്പൊ അപ്പച്ചന് ഭ്രാന്താണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. പോലീസ് സംരക്ഷണത്തിൽ ചികിത്സിക്കാൻ അയച്ചു. ഇനിയിപ്പോ വൈദ്യരെ കൊല്ലുന്ന സമയത്തും അപ്പച്ചന് ഭ്രാന്തായിരുന്നുവെന്ന് നമ്മുടെ വക്കീല് തെളിയിക്കണം. അത് കോടതിക്ക് ബോധ്യപ്പെട്ടാലേ വെറുതെ വിടത്തുള്ളൂ. ഞാൻ കരുതി വെറുതെ വിട്ടെന്ന്. അതിന് സമയമെടുക്കും അമ്മച്ചി. അതൊക്കെ സെലീന നോയിക്കോളും. പാവം കൊച്ച്.
ഇപ്പോഴും നിന്നോടും എന്നോടും ഒക്കെ എന്നാ സ്നേഹ. അതെ അമ്മച്ചി, ഒരു പോലീസ് ഓഫീസറും ചെയ്യാത്ത കാര്യമാണ് സെലീന എനിക്ക് വേണ്ടി ചെയ്തത്. മാത്യു സച്ചായൻ്റെ മൊബൈൽ സൂത്രത്തിൽ വാങ്ങി ആ ഫോട്ടോ മായ്ച്ചു കളഞ്ഞു. പ്രിന്റ് എടുത്ത ഫോട്ടോ കയറി എൻ്റെ കയ്യിലും തന്നു. ആ സമയത്ത് അമ്മച്ചി അവളുടെ മുഖം ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ കണ്ടു മോനെ, പണ്ടത്തെ ആ സ്നേഹം അവക്കിപ്പോഴും നിന്നോടുണ്ട്. നീയോ ഞാനോ ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ അവൾ നിന്നെ രക്ഷിച്ച്. മോനെ, എനിക്ക് തോന്നുന്നത് ഈ സഹായത്തിന് പകരം സെലീന തിരിച്ചേതാണ്ട് പ്രതീക്ഷിക്കുന്നുണ്ടെന്നാ. തിരിച്ച് പ്രതീക്ഷിക്കാനോ? എന്നെ പ്രതീക്ഷിക്കാൻ? കാശൊന്നും അവള് വാങ്ങിക്കല അമ്മച്ചി. അതല്ലടാ, ഇങ്ങോട്ട് സ്നേഹം തരുമ്പോ തിരിച്ചങ്ങോട്ട് കാശാണോ കൊടുക്കുന്നേ? അമ്മച്ചി ഇതെന്തുവാ പറഞ്ഞു വരുന്നേ? ആ, അത് തന്നെ. ഒരിക്കൽ പിരിഞ്ഞിട്ട് രണ്ടാം വട്ടം അവൻ നിന്നോടൊപ്പം പുറത്തില്ലേ? ആ കൊച്ചു കാരണം പിന്നെയും പിരിഞ്ഞു. അല്ലാതെ നിങ്ങൾ തമ്മി മനസ്സുകൊണ്ട് അകന്നിട്ടല്ലല്ലോ പിരിഞ്ഞത്. അതുകൊണ്ട് ഇനി മൂന്നാം വട്ടം ഒന്നിച്ചു പൊറുക്കാം. സെലീനെ അത് ആഗ്രഹിക്കുന്നുണ്ട്. ഏയ്, അതൊന്നും ഇപ്പോ. നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടടാ, എനിക്ക് ഉറപ്പാ. ഇവിടെ പോലീസുകാരുമായി കയറി വന്നാലും എന്നെ അമ്മച്ചിന്നല്ലാതെ അവള് വിളിക്കത്തില്ലടാ. ബന്ധം മുറിഞ്ഞെന്ന് അവള് മനസ്സിൽ ഉറപ്പിച്ചെങ്കി എന്നാത്തിനാ എന്നെ എപ്പോഴും അമ്മച്ചിന്ന് വിളിക്കുന്നേ? പേര് വിളിച്ചാ പോരായോ? ഇപ്പൊ അതൊന്നും ചോദിക്കാനും പറയാനുള്ള സമയമല്ല അമ്മച്ചി. ആദ്യം അപ്പച്ചന്റെ കാര്യങ്ങളൊക്കെ നേരെ ആവട്ടെ. എന്റെ മാതാവേ, എന്താ നീ ഇങ്ങനെ വല്ലാതെ നിൽക്കുന്നേ? മീതു, നീ എന്താ ഒരുമാതിരി ദുസ്വപ്നം കണ്ടതുപോലെ? എന്താ മോളെ? ഒന്നുമില്ല, മമ്മി ഒന്ന് പോയേ. അത് കൊള്ളാം. കാട്ടിലേക്ക് കൊണ്ടുപോകാത്തതിന്റെ ദേഷ്യമാണോ? ഞാനല്ലല്ലോ, സോഫിയല്ലേ പറഞ്ഞ അപ്പൂപ്പിനെ കൂട്ടിരിക്കാൻ. ശേ, ചെറിയ കാര്യത്തിനൊക്കെ ഇങ്ങനെ അപ്സെറ്റ് ആയല്ലോ മോളെ. എനിക്കിത് വലിയ കാര്യം തന്നെയാ. എന്റെ സമ്മതമില്ലാതെ എന്നെ വീട്ടിൽ പിടിച്ചു നിർത്തി. ഓ, എന്ത് വലിയ തെറ്റാ ഞാനും നിന്റെ സോഫിയാൻ്റെയും കൂടി ചെയ്തേ. ഒന്ന് പോ കുട്ടി. ഇങ്ങനെയായ കല്യാണത്തിന് ശേഷം എന്തായിരിക്കും നിന്റെ അവസ്ഥ? ഈ കുട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു. ദേ, നീ ഇങ്ങനെ കരഞ്ഞ മമ്മിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ മനസ്സിന് കട്ടിയിലാണ്ടായ അതിന്റെ ദോഷം നിനക്ക് തന്നെയാ. ഇപ്പോഴല്ല, ഒരു കുഞ്ഞൊക്കെ പിറന്നു കഴിയുമ്പോഴാ നീ കഷ്ടപ്പെടാൻ പോന്നെ. നിന്നെ ശപിച്ചതൊന്നല്ല, പേടിപ്പിക്കാൻ പറഞ്ഞതുമല്ല. നിസ്സാര കാര്യത്തിനൊക്കെ ഇക്കണക്കിന് നീ നിന്റെ കുഞ്ഞിനെ തല്ലിയോ എടുത്തെറിയൊക്കെ ചെയ്യുമല്ലോ. ദേഷ്യം നിയന്ത്രിക്കാൻ ഇനിയെങ്കിലും നീ പഠിക്കണം മോളെ. അപ്പൂപ്പിന് തലകറങ്ങിയത് നീയും കൂടി കണ്ടതല്ലേ. അപ്പൊ പിന്നെ എങ്ങനെ തനിച്ചാക്കിയിട്ട് പോവാ? നിതിനോ കേശുമാവനോ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെയും കൂടി കൊണ്ടുപോവായിരുന്നില്ലേ ഞങ്ങള്? ആരാ മോളോട് പറഞ്ഞേ? എന്ത്? മോളുടെ അസുഖത്തിന്റെ കാര്യം. എന്തസുഖം? അത് അല്ലെങ്കിലും അതത്രയ്ക്ക് വല്ല അസുഖമാണോ? നിന്നെ പോലെ അപ്പൂപ്പനൊന്നും തലകറങ്ങിയില്ലേ? ശേ, ഞാനെന്തൊരു മണ്ടിയാ. ഇതിനൊക്കെ ആരെങ്കിലും അസുഖം എന്ന് പറയോ? ഡോക്ടറായിട്ട് എന്താ കാര്യം? സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോ അപ്പൂപ്പ, ഡാഡി നിർബന്ധപൂർവ്വം പറഞ്ഞോണ്ടാ ഞാനിവിടെ ഇങ്ങനെ ഇത്തിൽ കണ്ണി പോലെ പറ്റിക്കൂടുന്നേ. ഇനി എനിക്കിത് വയ്യ. അപ്പൂപ്പ മുൻകൈ എടുത്ത് ഞങ്ങളുടെ കല്യാണം ഉടനെ നടത്തി തരണം. എൻ്റെ കുഞ്ഞെ, നീ ആദ്യം മൃദുല മോളുടെ സമ്മതം വാങ്ങിക്ക്.
കല്യാണ മണ്ഡപം അറവുശാലയൊന്നും അല്ലല്ലോ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി കഴുത്തിൽ കയറിടാൻ. അവക്ക് സമ്മതം തന്നെയാ. എന്ന് നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? നിനക്ക് ഈയിടെയായിട്ട് വെപ്രാളം കുറച്ച് കൂടുതലാ. ഞാനിവിടെ ഇല്ലാതിരുന്നപ്പോ ആവശ്യമില്ലാതെ ഇവിടെ എല്ലാവരുമായിട്ടും വഴക്കുണ്ടാക്കിയതായിട്ട് ഞാൻ അറിഞ്ഞു. നീ എന്താ സിനിമയിൽ വില്ലൻ വേഷം കെട്ടാനുള്ള പുറപ്പാടാ? എല്ലാരും കൂടി വേഷം കടിച്ച പിന്നെ ഞാൻ എന്താ ചെയ്യാ? എന്താ? ഒന്നുമില്ല. അപ്പൂപ്പനടക്കം എനിക്ക് വാക്ക് തന്നല്ലേ. എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ എനിക്ക് തലപൊക്കി നടക്കാൻ വയ്യാതായി. ഓ, അങ്ങനെയുണ്ടോ? അതെന്താ കാര്യം? അവരൊക്കെ ചോദിക്കുന്നു എന്താ ഇങ്ങനെ കല്യാണം നീണ്ടുപോകുന്നതെന്ന്. തഴഞ്ഞതായിരിക്കും മണ്ടാന്ന് പറഞ്ഞ് അവരെന്നെ കളിയാക്കുക. അതിന് കല്യാണക്കാരെയൊക്കെ ഇങ്ങനെ പാട്ടാക്കിയതാരാ? ഇവിടെ നിങ്ങൾ തമ്മിലുള്ള നിശ്ചയം പോലും കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരാലോചന നടന്നു. നാട്ടിലുള്ള പെൺകുട്ടികൾക്ക് അങ്ങനെ എത്ര ആലോചനകൾ നടക്കുന്നു. വെറും ആലോചനയായിട്ടാണ് അപ്പൂപ്പ 62 ഏക്കർ റബ്ബർ എസ്റ്റേറ്റിന്റെ പ്രമാണം ആന്റി എനിക്ക് തന്നത്. നീ എൻ്റെ പേരക്കുട്ടിയാ. മൃദുല മോളും അതെ. നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ദോഷം വന്ന് കാണാൻ അപ്പൂപ്പൻ ആഗ്രഹിക്കില്ല. എന്ന് വെച്ച് മുന്നാലോചന ഇല്ലാതെ എടുത്തു ചാടാനൊന്നും പറ്റില്ല. കൂട്ടുകാരുടെ ഇടയിൽ തലപൊക്കി നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് കാരണക്കാരൻ നീ തന്നെയാ. അല്ലാതെ ഞാനോ പാർവതിയോ മൃദുലമോളോ ഒന്നുമല്ല. വേവോളം കാക്കാമെങ്കിൽ 6 ഓളം കാക്കാനും പഠിക്കണം. അതാണ് വിവേകം. അപ്പൂപ്പന്റെ അത്ര വിവേകമൊന്നും എനിക്കില്ല. എന്തായാലും കല്യാണക്കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാവണം. ഒന്നുകിൽ ഡേറ്റ് തീരുമാനിക്കുക, അല്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ലെന്ന് ഉറപ്പിച്ച് പറയുക. ഏതെങ്കിലും ഒന്ന് നാളെ നടക്കണം. ഇങ്ങനെ വാശി പിടിച്ചാൽ ഞാൻ എന്താ ചെയ്യുക? ആ കുട്ടിയെ തല്ലി സമ്മതിപ്പിക്കാൻ പറ്റുമോ? നിങ്ങളാരും തല്ലാത്തോണ്ട് ഞാൻ അവൾക്കൊരു തല്ലു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അവൾക്ക് സമ്മതമായിരിക്കും. അപ്പൂപ്പൻ ചോദിച്ചു നോക്ക്. എന്തായാലും രണ്ടിലൊന്ന് നാളെ എനിക്ക് അറിയണം. എന്താ മോളെ, ഇരിക്ക്. ഞാൻ കാരണം മമ്മി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്റെ വാശി ഞാൻ ഉപേക്ഷിച്ചു. എനിക്ക് നിതിനെ കല്യാണം കഴിക്കാൻ സമ്മതം. മമ്മി അത് നിതിനോട് പറഞ്ഞോളൂ. മിതു, അങ്ങനെ ഇപ്പോ മമ്മി സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി മോക്ക് ഇഷ്ടമില്ലാത്ത കാര്യമൊന്നും ചെയ്യണ്ട. എന്തുപറ്റി പെട്ടെന്ന് ഇങ്ങനെ മനം മാറാൻ? ദേ മീതു, നീ പഴയതുപോലെ ഇരിക്കുന്നതാ മമ്മിക്ക് ഇഷ്ടം. ഇത്രയും നാളും നീ അങ്ങനെ തന്നെയായിരുന്നല്ലോ. എന്തും തുറന്നു പറയും, മുഖം നോക്കാതെ പറയും. ഇതൊക്കെയായിരുന്നില്ലേ നിന്റെ സ്വഭാവം? മമ്മി അതിൽ വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനേക്കാൾ ഭേദം അത് തന്നെയാ. നിന്റെ ഈ മുഖത്ത് നോക്കായ്മയും ഒളിച്ചുകളിയും എനിക്കങ്ങനെ മനസ്സിലാവുന്നില്ല. ഇതിലെന്താ മമ്മി ഇത്ര മനസ്സിലാക്കാൻ? നിതിനെ കല്യാണം കഴിക്കാൻ ഒക്കില്ലെന്ന് പറഞ്ഞത് എന്റെ മാത്രം പിടിവാശിയല്ലേ? ഇപ്പൊ എനിക്കത് ബോധ്യമായി. ഞാനത് ഉപേക്ഷിച്ചു. ഇതിൽ മനസ്സിലാവായ്മ എന്താ? ഒരുപാടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് നീ ആളാകെ മാറിയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഒരു പുതിയ മൃദുല. അതാ മമ്മിക്ക് മനസ്സിലാവാത്തത്. എന്ന് വെച്ച് നീ നിന്റെ വാശി തുടരുന്നല്ല ഞാൻ പറയുന്നേ. നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടന്ന അത് മമ്മിക്ക് വലിയ സന്തോഷം തന്നെയാ. മമ്മിക്ക് മാത്രമല്ല, അപ്പൂപ്പനും നിന്റെ അങ്കിളിനും സോഫിയാൻറ്റിക്കും ഒക്കെ സന്തോഷമാവും. പക്ഷേ പെട്ടെന്നുള്ള നിന്റെ ഈ മാറ്റം എന്തോ മമ്മിക്കത് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ആരോ ഭീഷണിപ്പെടുത്തി നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന പോലെ. ഏയ്, എന്തു ഭീഷണി? ആര്? സത്യം പറയാം, നിതിൻ എപ്പോഴെങ്കിലും നിന്നെ ഭീഷണിപ്പെടുത്തിയോ? കൊന്നുകളയോന്ന് മറ്റോ പറഞ്ഞോ? ഏയ്, ഇല്ല മമ്മി. എന്തോ ഉണ്ടായിട്ടുണ്ട്. അത് നിന്റെ മുഖത്ത് കാണാം. ഒരിക്കലവൻ അവന്റെ അച്ഛന്റെ മുമ്പിൽ വെച്ച് തന്നെ എല്ലാവരോടും പറഞ്ഞല്ലേ കല്യാണം നടന്നില്ലെങ്കിൽ ചുട്ടുകളയുന്നു. അപ്പോ നിന്നെ മാത്രം മുന്നിൽ കെട്ടിയ അതിനപ്പുറം പറയും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇനി ഉണ്ടാക്കണ്ടല്ലോ മമ്മി.
കല്യാണം കഴിഞ്ഞാ അതോടെയൊക്കെ അവസാനിക്കുമല്ലോ. കല്യാണം കഴിഞ്ഞ ഒക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്നാ മമ്മിക്ക് തോന്നേ. മോള് മമ്മിയോട് ക്ഷമിക്കേ. നിന്റെ ജീവിതോർത്ത് മമ്മിക്ക് ഇങ്ങനൊരു തെറ്റ് പറ്റിപ്പോയി. സാരമില്ല മമ്മി, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിതിൻ എന്റെ കഴുത്തി താലി കെട്ടട്ടെ. വാശിയുടെ പുറത്ത് പറഞ്ഞു പോയതും ചെയ്തു പോയതും ഒക്കെ പിന്നീട് തിരിച്ചെടുക്കുമായിരിക്കും നിതിൻ. മമ്മി അപ്പൂപ്പനോട് പറഞ്ഞേക്ക് കല്യാണം ഉറപ്പിക്കാൻ.